നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് പഞ്ഞാറമൂടാണ്. നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ശ്രീകാര്യം ഞാണ്ടൂർ കോണത്തിന് സമീപമായിട്ട് വില്ല പ്രൊജക്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് 7 വില്ലകളുണ്ട്. അതിൽ നമുക്ക് 4 വില്ല സെയിലായിട്ടുണ്ട്. നമുക്കിനി 3 വില്ലകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അതായത് സിറ്റിയിൽ നിന്ന് മാറി, ശ്രീകാര്യത്തിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറി ആയിട്ടാണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വില്ലയിൽ നിന്ന് കഴക്കൂട്ടത്തിലേക്ക് ആക്സസ് ചെയ്യാനും കഴക്കൂട്ടം, കാര്യവട്ടം, അതുപോലെ തന്നെ ശ്രീകാര്യം എന്നീ ഭാഗങ്ങളിലേക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ സിറ്റിയിൽ നിന്ന് വളരെ മാറി ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ വില്ലയുടെ അകത്തുള്ള ഈ ഒരു ഏരിയ. 7 റെഡി ടു മൂവ് ആയിട്ടുള്ള വില്ലകളിൽ 4 വില്ലയും സെയിലായിട്ടുണ്ട്. 3 വില്ല മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഒരു 2 വില്ലയുടെ പണി ഈ ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു ഫൈനൽ ടച്ച്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലൈഡിങ്ങോടുകൂടിയുള്ള ഗേറ്റാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 വലിയ വണ്ടികൾക്ക് കിടക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. അതുപോലെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വലിയ 2 വണ്ടികൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് ഈ ഹൗസിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഹൗസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോർപ്പറേഷൻ പൈപ്പ് കണക്ഷൻ ഈ ഭാഗത്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് വരുന്നു. അതുപോലെ നമുക്ക് ഡോറിൻ്റെ സൈഡിൽ തേക്കിൽ തീർത്തിട്ടുള്ള വുഡിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഡോർ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഹൗസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഹൗസ് 4.1 സെൻറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ 1800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഹൗസാണ് ഈ ഹൗസ്. ഇവിടെ ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 2 ബാൽക്കണി വരുന്നുണ്ട്. നോർമലായിട്ടുള്ള ഒരു ബാൽക്കണിയും അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ടീ കുടിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്പേസ്, അങ്ങനെയുള്ള 2 ബാൽക്കണിയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഹാളിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു TV യൂണിറ്റ് ഏരിയ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഇവിടെ നമ്മുടെ ഹാൾ ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. നല്ല ഒരു സ്പേഷ്യസ് ഏരിയ തന്നെ നമുക്ക് ഈ ലിവിങ് റൂമിൻ്റെ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് കൂടി വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തായിട്ട് വരുന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഏരിയയാണ് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു നല്ലൊരു വാഷ് സ്പേസും വരുന്നുണ്ട്. അവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നു. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള കിച്ചൺ ഭാഗമാണ് ദേ ഇവിടെ. ഒതുങ്ങിയിട്ടുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ കൂടി നമുക്ക് നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തൊക്കെയെല്ലാം നമുക്ക് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ മുകൾ ഭാഗത്തൊക്കെ എല്ലാം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള നല്ല ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അറിയാം, നമുക്കൊരു 2 ലെയർ ഈ ഭാഗത്തായിട്ട് വരുന്നു. അതുപോലെ പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഏരിയ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുമാത്രവുമല്ല, നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് വലിയ സാധനങ്ങളും പാത്രങ്ങളൊക്കെ എല്ലാം അതിൻ്റെ അകത്തോട്ട് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നല്ലൊരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നു. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഈ ഒരു ഭാഗം നമുക്ക് നല്ലൊരു വാഷ് സ്പേസ് നൽകുന്ന ഒരു ഏരിയ കൂടി നമുക്ക് ഈ ഒരു കിച്ചൺ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ഭാഗത്തു നിന്ന് വരുമ്പോൾ അടുത്തായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ, ഒതുങ്ങിയിട്ടുള്ളൊരു വർക്ക് ഏരിയ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് ഈ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വൈറ്റ്, ഇങ്ങനെ വൈറ്റും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളറാണ് നമ്മുടെ ഈ ഒരു റൂമിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് എന്ന് പറയുന്നത് നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസാണ്. ഹോൾസെയിലിംഗ് ഒക്കെ എല്ലാം നല്ല രീതിയിൽ ചെയ്ത ഒരു റൂമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു അലമാര നൽകുന്നുണ്ട്. തുണി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സ്പേസ് നൽകുന്ന രീതിയിലുള്ള ഒരു അലമാരയാണ് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്.
നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ടൈൽസ് ആണ് ഈ ഭാഗത്തൊക്കെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള പൈപ്പും അതുപോലെ തന്നെ ബാത്റൂം മെറ്റീരിയൽസൊക്കെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് നല്ല ഒരു ഡിസൈനിലുള്ള ഒരു ലൈറ്റ് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുകൾ ഭാഗത്തെ ഫോൾ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ലൈറ്റ്, വളരെ ബ്യൂട്ടിയിലുള്ളൊരു ലൈറ്റ് ഈ ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്ലാസ് മെറ്റീരിയലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമുക്ക് രണ്ടാമത്തെ നിലയുടെ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഹൗസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്, ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നു. ബേസിക് ആയിട്ടുള്ളൊരു അലമാര ഈ റൂമിനോട് ചേർന്ന് വരുന്നു. ഇവിടുത്തെ ഫ്ലോറ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈൽസ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ്, 2x4 ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നും നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരും. നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഈ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഭാഗത്ത് വരുന്നു. ഇവിടെയും നമുക്ക് ടൈൽസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 2x4 വെർട്ടിഫൈഡ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു.
നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ബാൽക്കണി സ്പേസ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. അത്യാവശ്യമൊന്നുമല്ല, നല്ല ഒരു സ്പേഷ്യസ് ഏരിയ തന്നെയുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങേ അറ്റം വരെ നല്ല ഒരു സ്പേഷ്യസ് ഏരിയ ഈ ഒരു ബാൽക്കണി സൈഡിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസൈനിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു ബാൽക്കണി ഏരിയ. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 വില്ലയുടെ പണിയും കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. ഈ പണി തീർന്നുകൊണ്ടിരിക്കുന്നൊരു വില്ല ഒരു മന്തിനകത്ത് തന്നെ നമുക്ക് ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കഴിയും. അപ്പം നമുക്ക് ഒരു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും നമുക്ക് ഈ വില്ലയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു ഹൗസാണ്. ഈ വില്ലയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ബാൽക്കണി സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്കൊരു ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് തന്നെ ആ ഭാഗത്തും ഈ ഒരു ഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിലും മറ്റൊരു ബാൽക്കണി സ്പേസ് നൽകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് വരുന്നു. അതുപോലെ ഈ ഒരു ഏരിയ നമുക്കൊരു ടീ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്പേസിൽ നമുക്കൊരു ടീ ടേബിൾ സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഹൗസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഹൗസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്മുടെ ഈ ഹൗസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 65 ലക്ഷം രൂപയാണ് എമൗണ്ട് വരുന്നത്. ആ ഒരു എമൗണ്ട് നെഗോഷ്യബിൾ തന്നെയാണ്. റെഡി കശി കൊടുത്തായിട്ടാണെങ്കിൽ അങ്ങനെ വാങ്ങാം. അതുപോലെ ഹോം ലോണും നമ്മുടെ ഈ ഒരു ഹൗസിന് അവൈലബിൾ ആയിട്ട് ഉണ്ട്. നിങ്ങളൊരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ ലാൻഡ് എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.